മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇന്നെന്തായാലും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് ചായകളെ കുറിച്ചാണ് അല്ലേ. നമ്മുടെ ആദ്യത്തെ ചായ ഏതായിരുന്നു? ഡാഹോങ് പാവോ ടീയെ കുറിച്ച് ആദ്യം പറഞ്ഞു. ചൈനയിലാണ് ആ ഒരു ചായ നമുക്ക് ലഭിക്കുക. ഏകദേശം $1.2 മില്യൺ വരും. രണ്ടാമത് ഞാൻ പറഞ്ഞു പാൻഡ ഡങ് ടീയെ കുറിച്ച് പറഞ്ഞു. അത് 87 ലക്ഷം രൂപയിലധികം വില വരുന്നതാണ്. അതും ചൈനയിൽ തന്നെയാണെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ചായ യെല്ലോ ഗോൾഡ് ടീ ബഡ്സ് എന്ന് പറയുന്ന ഒരു ചായ. സിംഗപ്പൂരിലാണ് ഈ യെല്ലോ ഗോൾഡ് ടീ ബഡ്സിന്റെ ഉൽപാദനം നടക്കുക. ലോകത്തിലെ വില കൂടിയ ചായയില് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ചായ ഇതാണ് കേട്ടോ. ഈ ടീയുടെ ഇലകള് സ്വർണം പോലെ തിളങ്ങുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്റെ പേര് യെല്ലോ ഗോൾഡ് ടീ ബഡ്സ് എന്ന് വരാൻ കാരണം ഈ തേയില കൃഷി ചെയ്യുന്ന സമയത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇലകൾ മുറിക്കാറുള്ളൂ. അതും സ്വർണ്ണ കത്രിക കൊണ്ട് മുറിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ചായ ചൈനീസ് ചക്രവർത്തിമാരുടെ ചായ എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. ഇതിന് $7,800 ആണ് വില. അതായത് 6 ലക്ഷം രൂപയിലധികം ഈ ചായക്ക് വിലയുണ്ട്. ഇനി നാലാമത്തത് സിൽവർ ടിപ്സ് ഇംപീരിയൽ ടീ. ആ പേര് തന്നെ ഇംപീരിയൽ അല്ലെ. ഇന്ത്യയും ചായയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്ന് നമ്മൾ തെളിയിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ 4ാമത്തെ ചായ നമ്മുടെ സ്വന്തം ചായ ലവേഴ്സുള്ള ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. സിൽവർ ടിപ്സ് ഇംപീരിയൽ ടീ. അത് വളരെ പ്രത്യേകതയുള്ള ഒന്ന് തന്നെയാണ്. ഈ ടീ ഇലകൾ പൗർണമി രാത്രികളിൽ മാത്രമാണ് പറിച്ചെടുക്കുക. അതും വിദഗ്ധർ അതീവ തീവ്രതയോടെ മുറിച്ചെടുക്കുന്നു. ഡാർജിലിംഗിലെ മലഞ്ചെരിവുകളിലെ മക്കൈബാരി ടീ എസ്റ്റേറ്റിൽ നിന്ന് വിളവെടുക്കുന്ന ഒരുതരം ഊലോങ് തേയിലയാണ്. ഊലോങ് എന്ന് അറിയപ്പെടുന്നത് ഊലോങ് തേയിലയാണ് ഇത് കേട്ടോ. ഇതിന്റെ റേറ്റ് ചോദിക്കുകയാണെങ്കിൽ 2014 ലേലത്തിൽ ഇത് വിറ്റുപോയത് $1,850. അതായത് $1,50,724 രൂപ. ഓക്കെ, പ്രത്യേകമായിട്ട് വളരുന്ന ഒരു ഗ്രീൻ ടീ പട്ടികയിൽ 5ാം സ്ഥാനം. ഇത് ഗ്രീൻ ടീ ആണ് കേട്ടോ. ഗ്യോക്രോ എന്ന് പറയുന്ന ഈ സാധനം. ഗ്യോക്രോ എന്ന ഈ ചായ ഗ്രീൻ ടീയുടെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുക. ജപ്പാനിലാണ് ഇതിന്റെ ഒരു ആവിർഭാവം, അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് ചായ ലഭിക്കുക എന്ന് പറയുന്നത്. ഏകദേശം $650 ആണ് വില എന്ന് പറയുക. 52,960 രൂപ ഏകദേശം വില വരും. ഇനി ഞാൻ ഈ പറഞ്ഞ 5 ചായകളും നമ്മളാരും എന്തായാലും കുടിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കുടിച്ചാലും ഞാൻ കുടിക്കില്ല കേട്ടോ. നമുക്ക് സാധാ കിട്ടുന്ന 10 രൂപയുടെ ചായ തന്നെയാണ് എന്നും അല്ലേ. നമ്മുടെ നാട്ടിലെ 10 രൂപയുടെ ചായ പോയിട്ട് മതി നമുക്ക് ബാക്കിയെല്ലാം. യെസ്, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞാനൊരു ചായ ലവറാണ്, നിങ്ങളും ഒരു ചായ ലവറാണ്. നമ്മൾ ഏവരും ചായ ലവേഴ്സാണ് അല്ലേ. ചായക്ക് അഡിക്റ്റ് ആകാതിരിക്കുക, ചായ ലവറാകാം. നല്ല കടുപ്പമുള്ള ചായയൊക്കെ കുടിക്കാം. പിന്നെ എന്നും പഞ്ചസാരയൊക്കെ ഇട്ട് വാരി വലിച്ച് കുടിക്കാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി അല്ലേ. ഇനിയും നമ്മളിലേക്ക് എത്തും ഒരുപാട് നാഷണൽ ടീ ഡേകൾ. അന്നും ചായയെക്കുറിച്ചുള്ള ഈ കഥകളൊക്കെ ഓർമ്മയിൽ വേണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.